കർണാടകയിലെ ബുൾഡോസർ രാജ് വിവാദത്തിൽ സിദ്ധരാമയ്യർ സർക്കാരിന്റെ മൂട്ടിൽ തീയിട്ടതിന് ശേഷം ഇന്നിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേ സിദ്ധരാമയ്യയുമായി മുഖാമുഖം വന്നു. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇന്നത്തെ സെഷൻ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അതേ വേദിയിൽ സിദ്ധരാമയ്യയും ഉണ്ടായിരുന്നു. നേർക്കുനേർ വന്നപ്പോൾ കൈകൊടുത്തു സ്വീകരിച്ചു. യലഹങ്കി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പും പിന്നാലെ കേരളത്തിലെ എംപിമാരും MLA-മാരും കുടിയിറക്കപ്പെട്ട മനുഷ്യർക്കടുത്തേക്ക് ഓടിയെത്തി അവരെ ചേർത്ത് പിടിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ കർണാടക സർക്കാർ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷമുള്ള മുഖാമുഖമുള്ള കൂടിക്കാഴ്ചയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ക്യാബിനറ്റ് യോഗം മാറ്റിവെച്ചിട്ടാണ് മുഖ്യമന്ത്രി ശിവഗിരിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരത്തെ പോകേണ്ടതായിട്ട് വന്നു. ആ പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മാപ്രകൾ തക്കം പാർത്തിരുന്ന് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉദ്ഘാടന പ്രസംഗ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. തനിക്ക് നേരത്തെ പോകേണ്ടതുണ്ട്, കാര്യം ക്യാബിനറ്റ് യോഗം 12 മണിക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സിദ്ധരാമയ്യയെ പേടിച്ച് പിണറായി ഇറങ്ങി ഓടി എന്ന് കേരളത്തിലെ മാപ്രകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കിന്ന് കാണാമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആരാ മോൻ? അദ്ദേഹം വേദിയിൽ തന്നെ ആ പ്ലാൻ ബി അങ്ങ് പൊളിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ വാചകങ്ങളൊന്ന് കേട്ടെ. സഹോദരന്മാരെ, ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ ആദ്യമേ തന്നെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അധ്യക്ഷ പ്രസംഗം മാറ്റി ഉദ്ഘാടനത്തിന് സമയം തന്ന ബഹുമാനായ അധ്യക്ഷൻ വലിയ സൗകര്യമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇന്നിവിടെ എത്തേണ്ടത് കൊണ്ട് രാവിലെ സാധാരണ നടക്കുന്ന മന്ത്രിസഭാ യോഗം 12 മണിക്ക് മാറ്റിവെച്ചിരുന്നു. അതുകൂടി മനസ്സിലാക്കിയാണ് അദ്ദേഹം അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. രണ്ടാമത്തത്, ഇതിനുശേഷം ചെറിയൊരു മര്യാദകേട് കാണിക്കേണ്ടി വരികയാണ്.